അവൻ തല ചുമരോട് ചരിച്ച്, അല്ലെങ്കിൽ അവൻ ചുമരിനോട് ചേർന്ന് അവൻ ദൈവസന്നിധിയിൽ 3 കാര്യങ്ങൾ കരയുന്നു. എപ്പോഴും പറയാം പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് എന്നും സന്തോഷത്തിന്റെ നാളുകളാകണമെന്നില്ല, എന്നും ആനന്ദത്തിന്റെ ആകണമെന്നില്ല. പകൽക്കാലം കണ്ണുനീരോടെ കരയുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നും നിനക്ക് കണ്ണുനീരല്ല, നീ ചിരിക്കുന്ന ഒരു കാലം വരും. അതേ, സന്തോഷത്തിന്റെ ഒരു കാലം വരും കേട്ടോ. അതുപോലെ സന്തോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കുന്ന വിലയേറിയ ഭാഗ്യത്തിനായി, നല്ല പദവികൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നല്ലൊരു പ്രഭാത വന്ദനത്തെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ പ്രിയരെ. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിന് വീഴ്ചയിൽ നിന്നും, നമ്മുടെ ജീവനെ മരണത്തിൽ നിന്നെല്ലാം കർത്താവ് ഓരോ ദിവസവും വഴി നടത്തുന്നത് ഓർക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും മർമ്മപ്രധാനമായി ഉണ്ടാകേണ്ടത് ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്, ദൈവത്തോടുള്ള നന്ദി. നമുക്ക് എല്ലാ പ്രഭാതത്തിലും, പ്രഭാതം മാത്രമല്ല, എല്ലാ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം. അത് ഇന്ന് പകൽക്കാലം നന്ദിയോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ദൈവാത്മാവ് ഈ പകൽക്കാലം നിങ്ങളോട് കൈമാറാൻ തന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത, എൻ്റെ ജീവിതത്തിനകത്ത് എന്നെ ചിന്തിപ്പിച്ച മനോഹരമായൊരു വേദഭാഗമാണ് ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. അത് പ്രവാചകനായ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവേ, എന്നെ രക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കുന്നു: യഹോവ എന്നെ രക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടുകൂടെ എൻ്റെ ഗീതങ്ങളെ പാടും. മനോഹരമായ പദങ്ങൾ, ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ, നന്ദിയുടെ വാക്കുകളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായം ഹിസ്കിയാവുമായുള്ള, ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന ഹിസ്കിയാവുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. അതിനകത്ത് ആ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഒരു ഡീപ്പായിട്ടുള്ളൊരു പ്രവചനവുമായിട്ട് യെശയ്യാവ് രാജകൊട്ടാരത്തിലേക്ക് കയറി വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 38-ാം അധ്യായം ആരംഭം നാം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്നു: ഇസ്രായേലിൻ്റെ പ്രവാചകനായ യെശയ്യാവ് രാജസന്നിധിയിലേക്ക് കയറി ചെല്ലുന്നു. രാജസന്നിധിയിൽ കിടക്കുന്ന, രോഗാവസ്ഥയിൽ കിടക്കുന്ന ഹിസ്കിയാവിൻ്റെ അടുക്കൽ പറയുന്നു: ഹിസ്കിയാവേ, നിന്റെ കുടുംബകാര്യം ക്രമത്തിലാക്കണം, നീ മരിച്ചു പോകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം ഹിസ്കിയാവ് മരിക്കുമെന്ന് യെശയ്യാവിലൂടെ ഹിസ്കിയാവിനെ അറിയിക്കുമ്പോൾ, ഹിസ്കിയാവിനോട് രാജകാര്യങ്ങൾ, കുടുംബകാര്യം എന്ന് പറയുന്നത് രാജഭരണവുമായുള്ള, ഇസ്രായേലിൻ്റെ ഭരണവുമായുള്ള ബന്ധത്തിൽ നീ ആ കാര്യങ്ങളെല്ലാം ക്രമത്തിലാക്കണം, നീ മരിക്കുമെന്ന് പറയുമ്പോൾ, വചനം പറയുന്നു, യെശയ്യാവ് ആ റൂം വിട്ട് പുറത്തിറങ്ങുമ്പോൾ, രാജാവിൻ്റെ കൊട്ടാരത്തിനകത്തു നിന്ന് പുറത്തോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഹിസ്കിയാവ് അവൻ തല ചുമരോട് ചരിച്ച്, അല്ലെങ്കിൽ അവൻ ചുമരിനോട് ചേർന്ന് അവൻ ദൈവസന്നിധിയിൽ 3 കാര്യങ്ങൾ കരയുന്നു. 3 കാര്യങ്ങൾ ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എപ്പോഴും പറയാം പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് എന്നും സന്തോഷത്തിൻ്റെ നാളുകളാകണമെന്നില്ല, എന്നും ആനന്ദത്തിൻ്റെ ആകണമെന്നില്ല. സഭാപ്രസംഗിക്കകത്ത് ശലോമോൻ പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ചിരിപ്പാൻ ഒരു കാലമുണ്ടെങ്കിൽ കരയുവാൻ ഒരു കാലമുണ്ട്. കല്ല് പിറക്കി എറിയുവാനൊരു കാലമുണ്ടെങ്കിൽ കല്ല് പിറക്കി കൂട്ടുവാനൊരു കാലമുണ്ട്. പണിയുവാനൊരു കാലം, ഇടിപ്പാനൊരു കാലം. ജീവിതത്തിൻ്റെ ഈ ഭൂമിയിലുള്ള സകലത്തിനും ദൈവം സീസൺ വച്ചിട്ടുണ്ട്. സീസൺ. ഈ പകൽക്കാലം
കണ്ണുനീരോടെ കരയുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നും നിനക്ക് കണ്ണുനീരല്ല, നീ ചിരിക്കുന്ന ഒരു കാലം വരും. അതേ, സന്തോഷത്തിൻ്റെ ഒരു കാലം വരും കേട്ടോ. അതുപോലെ സന്തോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ എന്നും സന്തോഷമാണ്, ക്രിസ്തുവിൽ എന്നും സന്തോഷമുണ്ട്. ആ സന്തോഷം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ജീവിതത്തിനകത്ത് എന്നും ഈ ലോകപരമായി നോക്കുമ്പോൾ സന്തോഷമാണെന്ന് ചിന്തിക്കരുത്. ചില കഷ്ടതകളൊക്കെ ജീവിതത്തിനകത്ത് വരാം. ഫിലിപ്പിയ ലേഖനത്തിനകത്ത് പൗലൂസ് പറയുന്നത്, ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കാൻ പറയുന്നത്, പൗലൂസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് ആ ലേഖനം എഴുതുന്നത്. ആ കാരാഗ്രഹത്തിൽ കിടന്നിട്ട് ഭക്തന് സന്തോഷിക്കാൻ കഴിയും. അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മേന്മയാണ്. അത് ക്രിസ്തീയ ജീവിതത്തിനകത്ത് ദൈവം തരുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ്, സമാധാനമാണ്. ആ സന്തോഷത്തിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജീവിതത്തിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണമെന്നില്ല. നടക്കാത്ത ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും വെളിപ്പെടും. പക്ഷേ ഹിസ്കിയാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സീസണുകൾ, ആരംഭങ്ങൾ, അല്ലെങ്കിൽ അവൻ രാജഭരണത്തിലേക്ക് കയറിയപ്പോൾ അവൻ്റെ പിതാവ് ചെയ്തു വന്ന ചില തെറ്റുകളെ അവൻ ഓർമ്മപ്പെടുത്തി അവൻ തിരുത്തുകയാണ്. അവൻ അശേരയുടെ പ്രതിഷ്ഠകളെ അല്ലെങ്കിൽ ബാലിൻ്റെ വിഗ്രഹങ്ങളെ ഇടിച്ചു നിർത്തി അന്യദേവന്മാരെ ആ ദേശത്ത് നിന്ന് തന്നെ, ഇസ്രായേലിൽ നിന്ന് തന്നെ ഹിസ്കിയാവ് തുടച്ചു മാറ്റുന്നതായി കാണാൻ കഴിയും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ദൈവരാജ്യവും ദൈവിക ആലയുമായുള്ള ബന്ധത്തിൽ ചെയ്തവൻ. പക്ഷെ അവൻ്റെ അന്ത്യത്തിൻ്റെ നാളുകളിൽ, അല്ലെങ്കിൽ അവൻ്റെ മരണക്കിടക്കയിലൊക്കെ എത്തിയപ്പോൾ ഹിസ്കിയാവിന് ദൈവത്തെ ഓർമ്മപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയരെ, നല്ല ആരോഗ്യമുള്ളപ്പോൾ, നല്ല ബലമുള്ളപ്പോൾ, നല്ല സൗന്ദര്യമുള്ളപ്പോൾ, അല്ലെങ്കിൽ ദൈവം തരുന്ന ആ യുവത്വത്തിൻ്റെ, ആ യൗവനത്വത്തിൻ്റെ സമയങ്ങളിൽ, ആ ടൈമുകളിൽ ദൈവത്തെ നന്നായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. നന്നായി ദൈവത്തിന് വേണ്ടി നിൽക്കണം. കർത്താവിന് എത്രത്തോളം പാടാൻ കഴിയുമോ അത്രത്തോളം പാടണം. എത്രത്തോളം ആരാധിക്കാൻ കഴിയുമോ അത്രത്തോളം ആരാധിക്കണം. എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ അത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തണം. എത്രത്തോളം സുവിശേഷത്തിന് വേണ്ടി ഓടാൻ കഴിയുമോ അത്രത്തോളം സുവിശേഷത്തിന് വേണ്ടി ഓടണം. എത്രത്തോളം സുവിശേഷത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി മുതൽക്കൂട്ടായി മാറാൻ കഴിയുമോ അത്രത്തോളം ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടായി മാറണം. അതാണ് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹിസ്കിയാവ് ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ഓർമ്മപ്പെടുത്തുകയാണ്, ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറയട്ടെ, ജീവിതത്തിനകത്ത് ദൈവത്തെ ഓർമ്മപ്പെടുത്താൻ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്ത ചിലത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന ചിലത് നമ്മുടെ കരത്തിൽ ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം. അർത്ഥം, നമ്മുടെ ഇന്നലകൾക്കകത്ത് ദൈവത്തിന് പ്രസാദകരമായ ചിലത് നമ്മൾ ചെയ്തവരാകണം. ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനമുള്ളവരായി മാറണം. നാളുകളിൽ ദൈവം നമ്മുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ, ചുനലപ്പെടുത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനെ ചിലത് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തു എന്ന് പറയുവാൻ, നല്ലവനും വിശ്വസ്തനും ആയ ദാസനെ എന്ന് കേൾക്കത്തക്ക നിലവാരത്തിൽ ചിലത് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകും. അങ്ങനെ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന മുഴുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ യെശയ്യാവ് തിരിച്ച് ഹിസ്കിയാവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. യെശയ്യാവിനോട് ദൈവം പറയുകയാണ്, നീ മരിക്കുകയില്ല, നിന്റെ ആയുസ്സിനോടുകൂടെ കർത്താവ് ഇത്ര സംവത്സരം കൂടെ നീട്ടുകയാണ്. അതെല്ലാം കഴിഞ്ഞ് യെശയ്യാവ് പോകുന്നു, ഹിസ്കിയാവ് സൗഖ്യമാകുന്നു. ആ സമയത്ത് ഹിസ്കിയാവ് എഴുതുന്ന ഒരു എഴുത്തിനകത്ത്, അല്ലെങ്കിൽ ഹിസ്കിയാവ് പാടുന്ന ഒരു പാട്ടിനകത്ത്, പ്രാർത്ഥനയ്ക്കകത്ത് ഹിസ്കിയാവ് പറയുന്ന ഒരു പദമാണ് നാം വായിച്ചത്. ഇങ്ങനെ പറയുകയാണ്, യഹോവ നിന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എനിക്കും നിങ്ങളോടും പറയാനുള്ള ദൂതാണ്, ആരും നിനക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേലും, ആരും നിന്നെ സപ്പോർട്ട് ചെയ്തില്ലേലും, ആരും നിന്നെ പരിഗണിച്ചില്ലേലും, ആരും നിന്നെ ചേർത്ത് പിടിച്ചില്ലേലും, ആരും നിന്നെ വേദനകൾ കണ്ടില്ലേലും, എല്ലാവരും നിനക്കെതിരായി തിരിഞ്ഞാലും, എല്ലാവരും നിന്നെ മാറി നിന്ന് കുറ്റം പറഞ്ഞാലും, എല്ലാവരും നിന്നെ വിടക്കെന്നെണ്ണിയാലും, കർത്താവ് ഈ പകൽക്കാലം പറയുക, ഞാൻ നിന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഹി ഈസ് റെഡി ടു സേവ് യു. ദൈവം നിന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ നിമിഷം ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഈ ദൂത് സ്വീകരിച്ചോണം കേട്ടോ. ദൈവം എന്നോട് കൃത്യമായി ഇടപെട്ട ഒരു പദമാണ്.
ദൈവം നിന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നിനക്കെതിരെ എത്ര വലിയ ശത്രുവിന്റെ ആയുധങ്ങൾ ഒരുങ്ങിയാലും, നിനക്കെതിരെ പദ്ധതികൾ ഒരുങ്ങിയാലും, നിന്നെ തകർത്തു കളയാനും നിന്നെ മുച്ചൂടും മുടിച്ചു കളയാനും, ശത്രുപാളയത്തിനകത്ത് അവൻ എന്തൊക്കെ പരിശ്രമങ്ങൾ ചെയ്താലും, എത്ര വലിയ ആയുധങ്ങൾ അവൻ മെനഞ്ഞാലും, ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കാം, ദൈവം നിന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുകയാണ്. He is ready to restore you. ദൈവം നിന്നെ റിസ്റ്റോർ ചെയ്യാൻ റെഡിയായിരിക്കുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ഈ ദൂത് ഈ പകൽക്കാലം ആഴമായി വെളിപ്പെടണം. ഇത് നിന്നോട് തന്നെ പറയണം. ഈ വചനം ഈ പകൽക്കാലം നിന്നോട് തന്നെ പറയണം. ഈ പകൽക്കാലം നിന്നോട് തന്നെ പറയണം, എൻ്റെ ദൈവം എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് പകൽ എൻ്റെ ദൈവം എന്നെ രക്ഷിപ്പാൻ, എന്നോട് കൂടെ ചേർന്ന് പറഞ്ഞ, ഇന്ന് പകൽ എൻ്റെ ദൈവം എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പ്രിയരേ, ഇസ്രായേലിൽ നിന്ന്, യെരൂശലേമിൽ നിന്ന് നാട് കടത്തപ്പെട്ട പിടിച്ചു കൊണ്ടുപോയ നെബൂഖദ്നേസർ കൊണ്ടുപോയ കൂട്ടത്തിനകത്തും 3 ബാലന്മാർ. നെബൂഖദ്നേസറിന്റെ മുൻപിൽ നെബൂഖദ്നേസർ രൂപത്തിലും ഭാവത്തിലുമുള്ള സ്വർണബിംബത്തെ നാട്ടിയിട്ട് സകല ബാബിലോണിയരോടും പറഞ്ഞു, ഈ ബിംബത്തിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്ക്. പക്ഷേ ആ ദേശത്തിലെ പ്രഭുക്കന്മാർ വന്ന് നെബൂഖദ്നേസറോട് പറഞ്ഞു, രാജാവേ, സകലരും നമസ്കരിച്ചു, പക്ഷേ 3 ബാലന്മാർ മാത്രം, എബ്രായ ബാലന്മാർ മാത്രം നിന്റെ ബിംബത്തിന്റെ മുൻപിൽ നമസ്കരിക്കുന്നില്ല. അവരെ നെബൂഖദ്നേസറിന്റെ ബിംബത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസറിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസർ പറഞ്ഞു, ഇത് ലാസ്റ്റ് ചാൻസ്, നിങ്ങൾക്ക് ഈ നിമിഷം നമസ്കരിക്കാം എങ്കിൽ നമസ്കരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ എരിയുന്ന തീച്ചൂളക്കകത്തിടാൻ പോകുകയാണ്. ആരോ പറഞ്ഞു, ഇവരെ എരിയുന്ന തീച്ചൂളക്കകത്തിട്ടാൽ അവർ വീണ്ടും ഇട്ടാൽ പോരാ, ആ തീയുടെ ബലം 7 മടങ്ങ് വർദ്ധിപ്പിക്കണം. നെബൂഖദ്നേസർ പറഞ്ഞു, 7 മടങ്ങ് വർദ്ധിപ്പിക്ക്. അർത്ഥം, നിനക്കെതിരെ പദ്ധതി ഒരുക്കുന്നവർ, നിന്നെ തകർത്തു കളയാൻ, നിന്നെ മുച്ചോടും മുടിച്ചു കളയാൻ പദ്ധതി ഒരുക്കുന്നവർ, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധം സാധാ വ്യക്തികൾക്കെതിരെ ഒരുക്കുന്നത് പോലെയല്ല. 7 മടങ്ങ് 7 മടങ്ങ് 7 മടങ്ങ് 7 മടങ്ങ് വേദന വർദ്ധിപ്പിക്കാൻ, 7 മടങ്ങ് കണ്ണുനീര് വർദ്ധിപ്പിക്കാൻ, 7 മടങ്ങ് നിന്നെ തകർത്തു കളയാൻ ചില ആയുധങ്ങൾ ഏതൊക്കെ ശത്രുവിന്റെ കളപ്പുരകൾക്കകത്തൊരുങ്ങുമ്പോ ആത്മാവിൽ ഞാൻ ഈ നിമിഷം ഒരു ദൂത് ഞാൻ കൈമാറാം. ആരെല്ലാം നിനക്കെതിരെ എത്ര വലിയ തീക്കുണ്ടം 7 മടങ്ങ് വർദ്ധിപ്പിച്ചാലും ഈ പകൽക്കാലം നമ്മോട് തന്നെ നാം പറയണം, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുകയാണ്. He is ready to save me. എന്നെ രക്ഷിപ്പാൻ എന്റെ കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ്. നെബൂഖദ്നേസറേ, 7 മടങ്ങ് വർദ്ധിപ്പിച്ചാലും ഈ പകൽക്കാലം പറ, എത്ര പ്രതിസന്ധി വന്നാലും ഞാൻ തകരില്ല. കാരണം എന്നെ രക്ഷിപ്പാൻ എന്റെ കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് വേണ്ടി സഹായം നൽകുക എന്റെ കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ്. എന്നെ വഴി നടത്താൻ എന്റെ കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ്. പ്രിയരെ, ബാലന്മാരോട് പറഞ്ഞു, മുട്ടുകുത്ത് നമസ്കരിക്കുക. അവർ പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ കൽപ്പന വിട്ടു മാറത്തില്ല. ഇല്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ കൽപ്പന വിട്ടു മാറത്തില്ല. ആ ഭക്തന്മാരെ സല്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞൊരു പദമുണ്ട്, ദൈവം ഞങ്ങളെ വിടിവിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. വിടിവിച്ചാലും ഇല്ലേലും ഈ പകൽക്കാലം അങ്ങനെ പറയാൻ കഴിയും. നിന്നെ ജീവിതത്തിനകത്ത് ശത്രു കൊണ്ടിടുന്ന ചില ടെസ്റ്റുകളുണ്ട്, ചില പരിശോധനകളുണ്ട്. ആ പരിശോധനകളെ നീ ജയിക്കുന്നത് എപ്പോഴാണ്? അവിശ്വാസത്തിന്റെ വാക്കുകളല്ല, കോൺഫിഡൻസിന്റെ, വിശ്വാസത്തിന്റെ, ധൈര്യത്തിന്റെ വാക്കുകൾ. ഇന്ന് പകൽക്കാലം പറയണം, ഈ എക്സാം പാസ് ഔട്ട് ആയാലും ഇല്ലേലും, ആ ജോലി എനിക്ക് കിട്ടിയാലും ഇല്ലേലും, ഞാൻ സൗഖ്യമായാലും ഇല്ലേലും, അങ്ങനെ പറയണം. എൻ്റെ കർത്താവിനെ വിട്ട് ഞാൻ മാറില്ല. എൻ്റെ കർത്താവിനെ വിട്ട് മാറില്ല.
അങ്ങനൊരു ധൈര്യം, അങ്ങനൊരു കോൺഫിഡൻസ് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ നിന്റെ അടുക്കൽ ശത്രു ഒരുക്കിയിരിക്കുന്ന ആയുധങ്ങളെല്ലാം നിഷ്ഫലമാകും. ഭക്തന്മാർ പറയുകയാണ്, ഞങ്ങളെ വിടിവിച്ചാലുമില്ലേ രാജാവേ, നിനക്കറിയാം എൻ്റെ ദൈവം ഞങ്ങളെ വിടിവിച്ചാലുമില്ലേ. നമ്മളെല്ലാവരും പാടി ആരാധിക്കുന്ന ഒരു പാട്ടാണ്, എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ തൻഹിതമെനിൽ സമ്പൂർണമാകട്ടെ. ആ ഒരു സമർപ്പണം, ശദ്രക് മേശക് അബേദ്നെഗോ എന്ന് പറയുന്ന ബാലന്മാരുടെ സമർപ്പണം. വചനം പറയുന്നു, അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് എറിഞ്ഞവർ ചാരമായി പോയി. അർത്ഥം, തീച്ചൂളയിലേക്ക് നിന്നെ തള്ളിയിട്ടവർ ചാരമാകും. യഹോവ നിന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് നീ തകരില്ല. നിനക്കെതിരെ പദ്ധതി ഒരുക്കിയവർ ചാരമാകും. നിനക്കെതിരെ ഒരുക്കിയ തീക്കുണ്ടത്തിനകത്ത് അവർ ചാരമാകും. നിനക്കെതിരെ ഒരുക്കിയ പദ്ധതികൾക്കകത്ത് അവരെ ദൈവം കൂട്ടും. നിനക്കെതിരെ ഒരുക്കിയ വാടിക്കുഴികൾക്കകത്ത് അവർ വീണുപോകും. ശത്രു ഒരുക്കിയതിൽ അവർ വീഴും. ശത്രു ഒരുക്കിയതിൽ അവർ തകരും. ശത്രു ഒരുക്കിയ കെണിക്കകത്ത് ഒരു പക്ഷി കുടുങ്ങുന്നത് പോലെ അവരെ ദൈവം കുടുക്കിക്കളയും. പക്ഷെ നീ വീഴില്ല. നിന്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുക. ശദ്രക് മേശക് അബേദ്നെഗോ അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് കൊണ്ടിട്ടവർ ചാരമായി പോയി. പക്ഷെ വചനം പറയുന്നു, ശദ്രക് മേശക് അബേദ്നെഗോയെ എരിയുന്ന തീച്ചൂളയിലിട്ടപ്പോ നെബൂഖദ്നേസർ കണ്ട കാഴ്ച, നാലാമനായി ഒരുവനെ തീച്ചൂളയ്ക്കകത്ത് അവരുടെ കരം പിടിച്ചു നടക്കുന്നത് കാണും. അർത്ഥം, ലോകം കാണാൻ പോകുന്നത്, നിന്റെ തകർച്ച കാണാൻ നോക്കിയിരുന്നവർ, നിനക്കെതിരെ പദ്ധതിയിട്ടവർ, നിന്നെ തീർത്തു കളയാൻ, നിന്നെ മുച്ചൂടും മുടിച്ചു കളയാൻ നീ അവസാനിച്ചു എന്ന് പറഞ്ഞവർ കാണാൻ പോകുന്നത് നിന്റെ തകർച്ചയല്ല, നിന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവം നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വരുന്നതാണ്. നിന്റെ എക്സാമിൻ്റെ അകത്ത് ഇറങ്ങി വരികയാണ്. നിന്റെ കുടുംബ തകർച്ചയ്ക്കകത്ത് ഇറങ്ങി വരികയാണ്. നിന്റെ വേദനാജനകമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കകത്ത് ഇറങ്ങി വരികയാണ്. ആരുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന നിന്റെ അടുക്കൽ ഈ ദൈവം നിന്നെ രക്ഷിപ്പാൻ ഇറങ്ങി വരികയാണ്. ദൈവത്തോട് ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞ് ഇത് സ്വീകരിക്ക. നിന്നെ രക്ഷിപ്പാൻ എൻ്റെ ദൈവം ഇറങ്ങി വരികയാണ്. പ്രിയരെ, നെബൂഖദ്നേസർ കണ്ടത് നാലാമനായി രക്ഷിപ്പാൻ ഇറങ്ങി വരുന്ന കർത്താവ്. 2026 നീ കാണാൻ പോകുന്നത് എന്നെ രക്ഷിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവത്തിൽ. റാം ഷക്കീറതല. ഞാൻ ഈ വചനം പറയുമ്പോൾ ചിലരുടെ ജീവിതത്തിനകത്ത് അത്ഭുത വിടുതലുകൾ, അത്ഭുത ദൈവിക സൗഖ്യങ്ങൾ, അത്ഭുതമായ ദൈവിക പ്രവൃത്തി. ചില രാജ്യങ്ങൾ ചിലർക്ക് വേണ്ടി തുറന്നു, ചില പട്ടണങ്ങൾ ചിലർക്ക് വേണ്ടി തുറന്നു വരികയാണ്. വിശ്വസിക്കുക, ദൈവം നിന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കും. ആ പദം ഒന്ന് ശ്രദ്ധിച്ച്, ദൈവം നിന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കും. ഈ വചനം ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ ഈ വചനം എന്നോടും ദൈവം സംസാരിക്കും. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാമോ? ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുക. ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന ആഗ്രഹമുള്ള എന്നോടുകൂടെ ചേർന്ന് ആ വലത് കരത്തെ ഉയർത്തി അത് പ്രാർത്ഥിച്ച്, ഏത് പ്ലാറ്റ്ഫോമിലൂടെ ഈ സന്ദേശം കേട്ടാൽ, ഏതവസ്ഥയിലിരുന്ന് കേട്ടാൽ ഈ നിമിഷം എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. സ്വർഗമേ, ഞങ്ങൾക്കൊരു ദൈവത്തെ അറിയാപ്പ. ഞങ്ങളെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു കർത്താവിനെ ഞങ്ങൾക്കറിയാം. ഈ നിമിഷം ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തലമുറകൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, അഭിഷിക്തന്മാർക്ക് വേണ്ടി, രാജ്യങ്ങൾക്കപ്പുറം എന്നെ ശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഹോവേ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുക. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുക. ദൈവമേ, നീ ഞങ്ങളെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് നന്ദി. ഈ നിമിഷം ഞാൻ ഈ വചനത്തെ റിലീസ് ചെയ്യുക. തീച്ചുളയുടെ നടുവിൽ ഇറങ്ങി വന്ന ദൈവം, ഷാബാറതല്ല, സിംഹത്തിന്റെ വായ അടച്ച ദൈവം, ആർത്തിരമ്പുന്ന തിരമാലകളെ ശാന്തമാക്കിയ ദൈവം, യോർദാന്റെ നടുവിൽ
യോർദാനെ പിൻവലിച്ച ദൈവം, പിന്മാറ്റിയ ദൈവം, ഉണങ്ങിയ നിലത്തെ ചെങ്കടലിന്റെ നടുവിൽ ഒരുക്കിയ ദൈവം. ഞാൻ ഈ നിമിഷം ആത്മാവിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. വലിയ ക്രിയേറ്റീവായ മിറക്കിളുകൾ, വലിയ ക്രിയേറ്റീവായിട്ടുള്ള ദൈവിക ചലനങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവത്തിന്റെ വ്യത്യസ്തമായ നിയോഗം ഞാൻ ഈ നിമിഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. മഹത്വത്താൽ ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുക. ഹോവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നതിനാണ് നന്ദി. We thank you for that. We are grateful to you, Lord. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യും. ഈ പ്രഭാതത്തിൽ ചില അത്ഭുതങ്ങൾ, അതിശയങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു വരും. ഞാൻ അങ്ങനെ ബ്ലസ് യേശുവിൻ നാമത്തിൽ തന്നെ. അതേ പ്രിയരെ, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങി കാത്തിരിക്കുക. ഡോണ്ട് വറി. ദൈവസന്നിധിയിൽ ഭാരങ്ങളെ, ആകുലതകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാമോ? ഈ പകൽക്കാർ ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൂടൊരു യാത്ര നമുക്ക് തിരിക്കാം. പ്രാർത്ഥന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ ഞങ്ങളെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തോടു കൂടെ ഈ പ്രഭാതത്തിൽ സഞ്ചരിക്കാം. God bless you. Amen. Amen.